എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബൈബിൾ വാക്യമാണ് നമ്മൾ വായിച്ചത്. സാധാരണ എല്ലാവരും കാണാതെ പഠിക്കുന്ന ഒരു വാക്യമാണ്. കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോഴും അങ്ങനെ തന്നെ. Therefore we also, since we are surrounded by so great a cloud of witnesses. മേഘം, സാക്ഷികളുടെ ഇത്ര വലിയ ഒരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുന്നു. നമ്മെ ഒരു മേഘം വലയം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ വാക്യം വളരെ ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ സർക്കിളുകളിൽ. പ്രൊട്ടസ്റ്റന്റ് ലോകത്ത് ഈ വാക്യം വായിക്കുമ്പോൾ അത് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നില്ല, വിശദീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു ദുര്യോഗമാണ്. 11-ാം അധ്യായം മുതൽ വായിക്കണം. അതിന്റെ ഒരു കൺക്ലൂഷനാണ് ഈ 12-ാം അധ്യായത്തിൽ വരുന്നത്. 11-ാം അധ്യായത്തിൽ വരുമ്പോ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. പിന്നീട് ഇസഹാക്കിനെ കുറിച്ച് പറയുന്നു, ഇസഹാക്ക് വിശ്വാസത്താൽ യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. അപ്പൊ ഒരു ചെയിൻ ഓഫ് പാട്രിയാറ്റ്സ്, നമ്മുടെ പിതാക്കന്മാരുടെ ഒരു ശൃംഖലയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, യാക്കോബ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു, യോസഫ് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തു. 430 വർഷം കഴിഞ്ഞപ്പോൾ മോശ ആ കൽപ്പന അനുസരിച്ച് യോസഫിന്റെ അസ്ഥികളെ എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് ആ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണും. പിന്നീട് വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ അവിടെ വിവരിക്കുകയാണ്. അവിടെ ഗിദെയോനെ കുറിച്ച് പറയുന്നുണ്ട്, ശിംശോനെ കുറിച്ച് പറയുന്നുണ്ട്, ഗിദ്യോൻ, ബാരാക്ക്, ഇബ്താഹ്, ദാവീദ്, ഇങ്ങനെ അനേക ആളുകളെ കുറിച്ച് അവിടെ പറയുകയാണ്. ഇതിങ്ങനെ ആ ഒരു ലിസ്റ്റ് പറഞ്ഞു വന്നിട്ട് പറയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആകയാൽ, അപ്പൊ നമുക്ക് ചുറ്റും ഒരു ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ നോക്കുക. അപ്പൊ വെറുതെ നമ്മൾ യേശുവിനെ നോക്കുക. ചില ആളുകളുണ്ട് ബൈബിള് വായിക്കുക. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ബൈബിൾ വിശ്വസിക്കുന്നത്? ഇറ്റ് ഈസ് ജസ്റ്റ് എ ബുക്ക് അപ്പാർട്ട് ഫ്രം ദ ട്രൂ ചർച്ച്. ദിസ് ഈസ് ജസ്റ്റ് എ ബുക്ക് ലൈക്ക് എനി അതർ ബുക്സ്. സഭ ഇല്ലെങ്കിൽ, ചാരിത്രിക സഭ ഇല്ലെങ്കിൽ, ഈ പുസ്തകം മറ്റ് ഏതൊരു പുസ്തകവും പോലെ കുറച്ച് സംഭവ വിവരണങ്ങളും ചരിത്ര ആഖ്യായികകളും കുറച്ച് ഫിക്ഷനും കുറച്ച് ക്രൈമും ഒക്കെ ചേർന്ന ഒരു പുസ്തകം, ഓർഡറായിട്ട് എഴുതിയത് പോലുമല്ല, ഒരു നോവൽ പോലെയുള്ള ഒന്നുമല്ല. അവിടെ ഇവിടെ ആയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഫ്രാഗ്മെന്റ്സ്, ഹിസ്റ്ററിയുടെ കുറച്ച് കഷണങ്ങൾ, ചില പദ്യശകലങ്ങൾ, ചില പ്രോഫസികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ബുക്ക് എന്ന് മാത്രമേ വരുന്നു. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? എല്ലാവരും പറയും യേശുവിനെ നോക്കിയാൽ മതി, യേശുവിനെ നോക്കിയാൽ മതി, യേശുവാണ് യേശുവാണ് യേശുവാണ്, യേശു മാത്രം മതി, യേശു മാത്രം മതി, അങ്ങനെയൊക്കെ പാടുകയാണ് യേശു. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ബൈബിൾ പറയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ബിക്കോസ് ഓഫ് ദാറ്റ്, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ്, നമുക്ക് ഇത്ര വലിയ നമ്മുടെ പിതാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ, രക്തസാക്ഷികളുടെ, സഹദേന്മാരുടെ, മൗത്യാനന്മാരുടെ, മൽപ്പാന്മാരുടെ, അങ്ങനെ വലിയൊരു സംഘം, വലിയൊരു ഗണം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നാം യേശുവിനെ നോക്കുക. അല്ല, എനിക്ക് കിട്ടിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് യേശുവിനെ നോക്കുക, അങ്ങനെയുള്ള ഒരു ഫൂളിഷ് സജഷൻ, മോശത്വം നിറഞ്ഞ ഒരു നിർദ്ദേശമല്ല ബൈബിൾ തരുന്നത്. ബൈബിൾ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം നിൽപ്പുണ്ട്. ഇനി നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം നിൽക്കുന്നു എന്ന് പറയുമ്പോ അത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗം അല്ലെങ്കിൽ ഒരു വൈകാരികത, ആ ഒരർത്ഥത്തിലല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരുടെ രക്തസാക്ഷികളെ കുറിച്ച് മുദ്രാവാക്യം വിളിക്കും. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി, ഇല്ല ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഇല്ല ഇല്ല മരിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ സജീവ സ്മരണകളെ കുറിച്ച് നമ്മൾ പാട്ടൊക്കെ ഉണ്ട്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ. അപ്പം സ്മരണകൾ ഇരമ്പും രണസ്മാരകങ്ങളെ, ഓക്കെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ്, അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണോ ബൈബിൾ പറയുന്നത്?
നമ്മൾ ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടതാണ്. ഞാൻ ഇത് കൂടുതലായിട്ട് ഈ ഭാഗം ഞാൻ പറയുന്നത് ഇവാഞ്ചലിക്കൽ വിശ്വാസികളോട്, പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ ബ്രദറൻ വിശ്വാസികളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഓർത്തഡോക്സ് കാത്തലിക് ബിലീവേഴ്സ്, യു ആർ എക്സംപ്റ്റഡ്, നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്, കാരണം യു ഓൾറെഡി നോ ഇറ്റ്. പക്ഷെ ഇവാഞ്ചലിക്കൽ സർക്കിൾസിലുള്ള ആളുകൾ ഈ വാക്യത്തെ പലപ്പോഴും തമസ്കരിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. ഈ വാക്യം ഇവിടെ പറയുന്നത് നോക്കുക, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ അത് എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? നമുക്ക് ചുറ്റും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണോ, അതോ ആക്ഷരികമായിട്ട് ലിറ്ററലായിട്ട് അവർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടോ? ലിറ്ററലായിട്ട് അവർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു മൂവി സീൻ കാണുക. ഒരു മൂവി സീൻ കാണുമ്പോ നായകനും നായികയും ഒരു ബീച്ചിൽ നിൽക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നു. നമ്മൾ ആ സ്ക്രീനിൽ എങ്ങനെ നോക്കിയാലും വേറൊരാളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നായകൻ വരുന്നു, വില്ലൻ വന്ന് നായകനെ ഇടിക്കുന്നു, നായകനും വില്ലനുമായിട്ട് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ക്രീനിൽ നായകനെയും വില്ലനെയും കാണുന്നു, വേറെ ആരെയും കാണുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 150 പേരെങ്കിലും അവരുടെ ചുറ്റും നിൽക്കും. നമുക്കറിയാം, ലൈറ്റ് ബോയ് തൊട്ട് ആ സിനിമയുടെ ക്രൂ മുഴുവൻ, സംവിധായകനും സഹസംവിധായകനും സിനിമാറ്റോഗ്രാഫറും മറ്റ് നടീനടന്മാരും അവരുടെ അസിസ്റ്റൻസുകളും മേക്കപ്പ് മാനും, അങ്ങനെ വലിയൊരു നിര, ഒരു സംഘം, ഏറ്റവും ചുരുങ്ങിയതാ ഞാൻ പറഞ്ഞു, ഒരു മിനിമം വെച്ചിട്ട് പടമാണെങ്കിൽ തന്നെ ഒരു 150 പേര് ക്രൂ ആയിട്ട്. പിന്നെ കാണികൾ വല്ലതും ഉണ്ടെങ്കിൽ അതുമായി, വലിയ രംഗങ്ങളൊക്കെ ആണെങ്കിൽ കാണികൾ കാണും ആയിരക്കണക്കിന്. അപ്പൊ 1000 പേര് അവിടെ ചുറ്റും നിൽക്കുകയാണ്. 1000 പേര് ചുറ്റും നിൽക്കുന്ന ആ സീനാണ് നമ്മൾ കാണുമ്പോ നായകനും നായികയും മാത്രമായിട്ടോ, അല്ലെങ്കിൽ നായകൻ ഒറ്റയ്ക്കായിട്ടോ, അല്ലെങ്കിൽ നായകനും വേറൊരാളാണ് നമ്മൾ കാണുന്നത്. യാഥാർത്ഥത്തിൽ അവിടെ ചുറ്റും വലിയൊരു കൂട്ടം. അതുപോലെ നമുക്ക് ചുറ്റും വിശ്വാസത്താൽ, ഇപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. 11-ാം അധ്യായം തുടങ്ങുകയാണ്. 11-ാം അധ്യായം തുടങ്ങുക. ആ 11-ാം അധ്യായം തീർന്നിട്ട് 12-ാം അധ്യായത്തിലേക്ക് ഒരു പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നു. നമുക്ക് ചുറ്റും ആര് നിൽക്കുന്നു? നമുക്ക് ചുറ്റും നിൽക്കുന്നവരിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, മോശ, ദാവീദ്, ഇബ്താഹ്, ഗിദ്യോൻ, ഇവരെ എല്ലാം നമ്മൾ അവിടെ നമുക്ക് ചുറ്റും നിൽക്കുക. വിശ്വാസവീരന്മാർ, രക്തസാക്ഷികൾ, വിശുദ്ധന്മാർ. ഒരു ആലങ്കാരിക പ്രയോഗമല്ല. 12-ാം അധ്യായം 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ആ 12-ാം അധ്യായം തന്നെ താഴോട്ട് വരുമ്പോഴാണ്, ഞാൻ ലൈവിൽ ഇവിടെ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. 12-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ പറയാണ്, നമ്മൾ അടുത്തു വരുന്നത് പിന്നെയോ 22-ാം വാക്യം, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ്, ഒരു പുതിയ നിയമ ആരാധനയ്ക്ക് ആരാധകൻ അടുത്തു വരുമ്പോൾ അവൻ അടുത്തു ചെല്ലുന്നത്, പെന്റക്കോസ്റ്റൽ പ്രാർത്ഥനകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പതിവ് പല്ലവിയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. പാവ പെന്റക്കോസ്റ്റുകാർ വിശ്വസിക്കുന്നത് അവർ പ്രാർത്ഥിക്കാൻ കൂടുന്നതിന്റെ നടുക്ക് ഇങ്ങനെ യേശു വന്ന് നിൽക്കും. പാസ്റ്റർ മാത്രമേ ഉള്ളെങ്കിൽ യേശു വാതൊക്കെ നിൽക്കും. 3 പേര്, 2 പേരോടെ വന്നു കഴിയുമ്പോൾ യേശു ഭാഗത്ത് കയറി നടുക്ക് നിൽക്കും. കാരണം നടുക്കേ നിൽക്കാൻ പറ്റും. അപ്പൊ 2-3 പേർ ആയി കഴിയുമ്പോൾ നടുക്കും. ഇവർ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു പല്ലവിയാണ്. ഇത് ഈ വാക്യത്തിന്റെ തെറ്റായ ധാരണയാണ്, പൂവർ അണ്ടർസ്റ്റാൻഡിങ്. യേശു യഹൂദന്മാരുടെ ഒരു പതിവിനെ കളിയാക്കിയതാണ്. യേശു യഹൂദന്മാരുടെ ഒരു പതിവിനെ കളിയാക്കിയത്. കാരണം യഹൂദന്മാർക്ക് ശബത്ത് തോറും ഈ സിനഗോഗ് തുറക്കണമെങ്കിൽ, ശബത്ത് തോറും സിനഗോഗ് തുറക്കണമെങ്കിൽ 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12 പുരുഷ പ്രജകൾ വന്നെങ്കിലേ തുറക്കത്തുള്ളൂ. 100 സ്ത്രീകൾ വന്നാലും സിനഗോഗ് തുറക്കത്തില്ല. ഇപ്പൊ 12 പുരുഷന്മാർ വരണം. ഇപ്പൊ 10 പുരുഷന്മാരും വന്നു, 35 സ്ത്രീകളും വന്നു. ആ ശബത്ത് ദിവസം ആ സിനഗോഗ് തുറക്കത്തില്ല. സിനഗോഗ് തുറക്കാതെ വാതൊക്കെ നിന്നിട്ട് ഇവർ എണ്ണിക്കൊണ്ട് നിൽക്കും. ഈ കോറം തികയണം. ഈ 12 പുരുഷന്മാര് വരണം, അപ്പോഴേ അവർക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. 11 പേര് വന്നാലും ആ ശനിയാഴ്ച അവര് പ്രാർത്ഥിക്കാതെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ കളിയാക്കാനാണ് യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഈ 12 പേരുടെ കോറം തികഞ്ഞാലേ സിനഗോഗ് തുറക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ 2-3 പേർ എന്റെ നാമത്തിലുണ്ടെങ്കിൽ ഞാൻ അവരുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ 2-3 പേരുണ്ടെങ്കിൽ യേശു വരുമെന്നല്ല അതിന്റെ അർത്ഥം. ആരും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാലും യേശു കർത്താവ് നമ്മുടെ കൂടെ. ഞാൻ പാതാളത്തിന്റെ അടിയിൽ പോയി കിടക്ക വിരിച്ചാലും നീ എവിടെയുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് ചിറക് വിരിച്ച് പറന്നുപോയി പാർത്താലും നീ എവിടെയുണ്ട്. നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ദാവീദ് വളരെ വ്യക്തമായി ചോദിക്കുകയാണ്. അപ്പൊ ഇത്രമാത്രം ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധം തിരുവെഴുത്തുകളിൽ പകർന്നു കിട്ടിയിട്ടുള്ള ഒരു ജനം ഇപ്രകാരം ഒരു ആചാരത്തിന്റെ, ഒരു അന്ധവിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ
ഒരു പാരമ്പര്യത്തിന്റെ പിടിയിൽപ്പെട്ട് കിടന്നപ്പോൾ അതിനെ മോക്ക് ചെയ്യാനാണ് യേശു പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇത് ഈ പാവം ഈ പെന്തോ പൊട്ടന്മാർ അന്ന് അതേപടി എടുത്തിരിക്കുകയാണ്. അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ എന്നിട്ട് അവര് പറയാണ് ഈ 2-3 പേരുണ്ടെങ്കിൽ യേശു നമ്മുടെ നടുക്കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് യേശു ഇതിലെ നടുക്കൂടെ നടക്കുന്നു, നമ്മുടെ നടുവിലൂടെ ഉലാവുന്നു. ഇപ്പൊ ചില ആളുകൾ കാണുന്നു എങ്ങനെയാ വെള്ളം കൊണ്ടെടുത്ത് ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടവരുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ്. അങ്ങനെ വല്ലതും കണ്ടതായിരിക്കും. അത് പല പഴയ അവരുടെ പാസ്റ്റർമാരും എല്ലാം നടന്നായിരിക്കും അവർ കണ്ടത്. ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ് അങ്ങനെയാണ്. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പറുടെ വർഷിപ്പിന്റെ അടുത്ത് യേശു ഒറ്റയ്ക്കല്ല വരുന്നത്. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, ഒരു പർവ്വതം ഏതാണ്? ദൈവത്തിന്റെ സിയോൻ പർവ്വതം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. കഴിഞ്ഞ ദിവസം നമ്മൾ യെരുശലേമിനെ കുറിച്ച് കേട്ടു. സ്വർഗീയ യെരുശലേം, അത് നമ്മുടെ അരികിലേക്ക് സ്വർഗീയ യെരുശലേം പ്രസന്റ് ആകുകയാണ്. സ്വർഗീയ യെരുശലേം അല്ലാതെ നമ്മൾ ഫിസിക്കലി അവിടെയുള്ള യെരുശലേം അത് കർസ്റ്റൽ സിറ്റിയാണ്, ശപിക്കപ്പെട്ട നഗരമാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ മശിഹായെ ക്രൂശിച്ചതിനാൽ ശാപഗ്രസ്തമായ പട്ടണമാണ് അത്. ഇന്ന് അതിന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് സോദോമിന് തുല്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൽ നിന്ന് വായിച്ച സോദോമിന് തുല്യമാണ്. സോദോം എന്ന് വിളിക്കുന്ന മിസ്രൈമാണത് ഇന്നത്തെ യെരുശലേം. അത് സീനായി മല, അത് അറബി ദേശത്ത് തന്റെ അടിമകളോടുകൂടെ, തന്റെ മക്കൾ അടിമകളാണ്, അടിമകളെ പ്രസവിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ യെരുശലേമല്ല, സ്വർഗീയ യെരുശലേം. അപ്പൊ ആ സ്വർഗീയ യെരുശലേം അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തോടും കൂടെ സ്വർഗത്തിൽ പേരെടുത്തിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ, ദ ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞ ഉണർവുള്ള ആത്മാക്കൾ, അതാണ് വിശുദ്ധന്മാർ എന്ന് സഭ വിളിക്കുന്നവർ. നമ്മൾ ഈ ശരീരം വിടുമ്പോൾ അഥവാ വാങ്ങിപ്പോയി എന്ന് പറയുന്ന മരിച്ചുപോയ ആളുകളിൽ അവരിൽ ഉണർവുള്ളവരുണ്ട്. അതാണ് വിശുദ്ധിയെ പ്രാപിച്ചവർ. അവരെയാണ് വിശുദ്ധന്മാർ എന്ന് സഭ വിളിക്കുന്നത്. ആ നീതിമാന്മാരുടെ ആത്മാക്കൾ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, അവർ ഓരോ ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പിലും അവർ പ്രസന്റ് ആണ്. അതേക്കുറിച്ചാണ് ഈ 12 അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഇത് വെറും കോൺസെപ്റ്റ് അല്ല, ഇതാണ് തിരുവെഴുത്ത് പറയുന്നത്, ഇതാണ് സഭ വിശ്വസിച്ചത്, ഇതാണ് സഭയുടെ പാരമ്പര്യം. അതുകൊണ്ട് പെന്റക്കോസ്റ്റൽ സഭകളിൽ അകപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റി ചിന്തിക്കേണ്ട സമയമായി. നാം വഞ്ചിക്കപ്പെട്ടതാണ്, ഞാനടക്കം. സത്യം നമ്മെ സ്വതന്ത്രമാക്കട്ടെ. എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് സ്പിരിച്വൽ റലം എന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെ ഇവർ പൊട്ടന്മാർ കളിപ്പിക്കാറ്. യേശു ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരും, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനാ ഹോളിന്റെ പുറത്തുള്ള മാടക്കടയുടെ സൈഡിൽ ഇങ്ങനെ കർത്താവ് നിൽക്കും. നമ്മൾ 2 പേരായി 3 പേരെ 2-3 പേരെ അകത്ത് കയറി ഡ്രം അടിക്കാൻ തുടങ്ങും. കർത്താവ് പെട്ടെന്ന് നടുക്കോട്ട് വരും എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിച്ച്, ഞാനും അങ്ങനെ വിശ്വസിച്ചുണ്ട്. എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാനും വിശ്വസിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈ കൊട്ടുപോയി. മനസ്സിലായോ? നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങിയേക്കാം. നമ്മളിങ്ങനെ കൊട്ടി കഴിയുമ്പോൾ ഈ ഹിന്ദുക്കൾ ബലിയിടാൻ നേരത്ത് കൊട്ടുമ്പോൾ കാക്ക വരുന്ന പോലെ നമ്മൾ കൊട്ടുമ്പോൾ യേശു വരുമെന്ന് ചിന്തിക്കുകയാണ്. ട്രൂ വർഷിപ്പിൽ അങ്ങനെ ഒറ്റയ്ക്ക് യേശു വരികയല്ല. യേശു വരുന്നത് എങ്ങനെയാണ്? തന്റെ വലിയ പ്രാഭവത്തോടെയാണ് യേശു, തന്റെ വലിയ പ്രാഭവത്തോടെ. അതെങ്ങനെയാണ്? അതാണ് അവിടെ 12-ാം അധ്യായത്തിൽ പറയുന്നത്. സിയോൻ പർവ്വതവും സ്വർഗീയ യെരുശലേമും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘവും സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭയും ദൈവമായ ന്യായാധിപതിയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തവും 8 ഫാക്ടേഴ്സ് ആണ്, 8 ഘടകങ്ങളാണ്. അപ്പൊ പിതാവും പുത്രനും യേശുവിന്റെ രക്തവും ദൂതന്മാരുടെ സംഘവും നീതിമാന്മാരുടെ ആത്മാക്കളും ആദിജാതന്മാരുടെ സഭയും സ്വർഗീയ യെരുശലേമും സിയോൻ പർവ്വതവും പ്രസന്റ് ആകുകയാണ്. അപ്പൊ ആ കാഴ്ച, ഇപ്പൊ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാത്തത് കൊണ്ട് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ പറ്റാത്തത്.